ഇന്നത്തെ കാലത്ത് കവിത എന്ന പേരിൽ ഒരുപാട് വാചകങ്ങൾ നമ്മൾ വായിച്ചു പോകാറുണ്ട്. എങ്കിൽ എന്താണ് ഈ കവിത? കവിത എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഒരു ജീവിത അനുഭവത്തെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്ന് അതിൻ്റെ അനുഭവങ്ങളുടെ സൂക്ഷ്മ തലങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ കാച്ചിക്കുറുക്കിയ വാക്കുകളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ആ അനുഭവങ്ങളെ അതേപടി മറ്റുള്ളവർക്ക് അനുഭവേദ്യമാകുന്നുവെങ്കിൽ അതിനെയാണ് കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ കവിത രചിക്കാൻ കഴിയുമോ? അങ്ങനെ രചിക്കപ്പെട്ട കവിതയിൽ നിങ്ങൾക്കൊരു കഥ മെനഞ്ഞെടുക്കാൻ കഴിയുമോ? അങ്ങനെ മെനഞ്ഞെടുത്ത ഒരു കഥയിൽ ആ കവിതയെ രമിപ്പിച്ചുകൊണ്ട് അതിനെ ഒരു യാത്രാ വിവരണമായി പരിണമിച്ച് ഒരു പൊതുസമൂഹത്തെ നിങ്ങൾക്ക് അതിലൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ആ സമൂഹം ചെന്നെത്തുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ താമസിക്കുന്ന ഒരു പറ്റം ജനസമൂഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ നടുവിലായിരിക്കും. ആ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ മാത്രമാണ് വേടൻ്റെ കറുത്ത വാക്കിലെ കവിതകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ വേടൻ്റെ വാക്കുകളെ കറുത്ത വർണ്ണമായി മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.